ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ? അതിനായി ആദ്യം ഒരു ബൗൾ എടുത്ത് അതിൽ കുറച്ച് ആവശ്യമായിട്ടുള്ള മൈദ എടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്താം. കുറേശ്ശെ വെള്ളമൊഴിച്ച് അത് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായി ഇളക്കി ഏകദേശം ഇതുപോലെ ആവണം. തരിയൊന്നുമില്ലാതെ നന്നായി കുഴച്ചെടുക്കണം. ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ഫില്ലിങ്സിനായിട്ട് തേങ്ങ ചിരവിയത്, പഞ്ചസാര, നമുക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഏലക്കായ് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ ഏലക്കായ് വറുത്തൊന്ന് പൊടിച്ചതിൽ ആഡ് ചെയ്താലും മതി. എന്നിട്ട് അതിനെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയും ഏലക്കായിൻ്റെയും മണം എല്ലാവിടെ എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം തയ്യാറാക്കി വെച്ച ബാറ്റർ എടുത്ത് നമുക്ക് ദോശ പോലെ ദോശക്കല്ലിൽ ഒഴിച്ചെടുക്കാം. അധികം തിക്കൻസ് ഇല്ലാതെ നൈസിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ. ദോശ പാകമാകുന്നതോടുകൂടി അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണാം. ഓറഞ്ച് കളറാവും. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടത് കൊണ്ടാണ് ആ കളറ്. നമുക്ക് കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒരു കൗതുകം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ യെല്ലോ കളർ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ ഈ ഓറഞ്ച് കളർ കിട്ടും. പിന്നീട് നമുക്കതിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ചുരുട്ടിയെടുക്കാം. അങ്ങനെ ഓരോ ദോശയും ചുട്ട് നമുക്ക് ഫില്ലിങ്സ് അതിനകത്ത് ഇട്ട് തയ്യാറാക്കും. ഈസിയാണ്. ബാറ്റർ തയ്യാറാക്കാം, ഫില്ലിങ്സ് തയ്യാറാക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫില്ലിങ്സ് നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ പഞ്ചസാര എടുത്തോന്നേ ഉള്ളൂ. വെല്ലം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ അതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പഴംപൊരി ബാലൻസ് വന്ന മാവില്ലേ, അതുകൊണ്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. തയ്യാറാക്കി നോക്കൂ.